അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്ക് എന്നും ഈ വീഡിയോനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈറടിച്ചിട്ടുണ്ടോ? സാരല്ല കേട്ടോ, നമ്മളെ ഓർഡർ ചെയ്തവർക്ക് ഇത് കാണേണ്ടി വരും. അല്ല അഞ്ചൊക്കെ വാങ്ങണവർക്ക് എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് കാണേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ദിവസം ഈ കഷായത്തിൻ്റെയും മരുന്നിൻ്റെയും ലേഖത്തിൻ്റെയും വീഡിയോ ഇടുന്നത് കേട്ടോ. നമ്മൾ ഇനി മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട് മാറ്റി പിടിച്ചോണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസത്തിനൊന്ന് ക്ഷമിച്ചണം. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് വീഡിയോ ഉണ്ട് എടുത്ത് വെച്ചത് ഗാലറിയിൽ. അത് എന്തായാലും ഒന്ന് എഡിറ്റ് ചെയ്തിടല്ല നിർബന്ധമാണ്. കാരണം നമ്മളെയൊക്കെ ഒന്ന് വാങ്ങണവർക്ക് ഇത് വീഡിയോ കാണണം. ലേഹ്യത്തിൻ്റെ പണിയിൽ ഫസ്റ്റ് പണിയാണ് മക്കളെ ആടിൻ്റെ സൂപ്പ് ഉണ്ടാക്കലും കഷായം ഉണ്ടാക്കലും. അത് ബിസ്മീൻ ജല്ലിങ്ങാണ്ടേ അടുപ്പിനാണ് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി മക്കളെ, അടുപ്പിൻ്റെ ചുറ്റുഭാഗമൊക്കെ നല്ലോണം കറുത്തുക്കണം. ഈ വലിയ കുടുക്ക വെക്കലോടത്തിട്ടേ ഇതിനൊന്നും ഇപ്പോൾ ഈ അടുപ്പ് പറ്റൂല. അതിനൊക്കെ നമ്മളെ നാടൻ അടുപ്പും പഴയ വടക്കണിയും ഒക്കെ വേണം, മറക്കി കെട്ടിയ വടക്കണിയും ഒക്കെ വേണം. ഇപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇല്ലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ മാതിരി. ഞാൻ അപ്പോൾ ഇതിങ്ങനെ തുടങ്ങുന്നൊന്നും കരുതിയിട്ടില്ലല്ലോ. ഏതായാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ, നമുക്ക് ഓർഡർ തന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ലേഖത്തിന് ഓർഡർ വരുമ്പോൾ കുറേ ആൾക്കാർ ഓഫർ ചോദിച്ചിട്ടുണ്ട്, അതേമാതിരി ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഞാൻ തരണ്ട്. ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളല്ലോ, ഞാനൊന്ന് ഇരിക്കട്ടെ, ഇരുന്നിട്ട് കാല് നീട്ടാറിയണ മാതിരിയാണല്ലോ എല്ലാ കാര്യങ്ങളും. ഓഫറിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം തരുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ് ഉണ്ട്, കുറച്ച് മാക്സി ഉണ്ട്, ചുരിദാറുണ്ട്, ഒക്കെ കൂടെ നമ്മളെ കൊണ്ട് വീഡിയോ എടുത്തിട്ട് എത്തണില്ല. അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് വീഡിയോ ഇടണമെന്ന് എഴുതിങ്ങാണ്ട് ഇറക്കിയതാണ്. പെരുന്നാൾക്കൊക്കെ വീഡിയോ ഇടാൻ ഒരു ഒഴിവും കിട്ടിയില്ല. കുഞ്ഞാവൻ്റെ കാലുകടലിലും ഫിസിയോതെറാപ്പിക്ക് പോകലും ഒരു ഹോസ്പിറ്റൽ കേസ് വേറെ വരവും ഒക്കെ പാടായിട്ട് തിരക്കേനു. ഞാൻ ഇറക്കിയ സാധനം വീഡിയോ ഇടാൻ ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓഫറിൽ ഞാൻ തരണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുകൊണ്ടു, വീഡിയോ കണ്ടിട്ട് അത് വാങ്ങി സഹകരിച്ചണം കേട്ടില്ലേ. ലേഹ്യത്തിൻ്റെ ഓഫർ നിങ്ങളിപ്പോൾ ചോദിച്ചല്ലേ, അത് നമുക്കേ സാവധാനം നോക്കാം. ലേഹ്യത്തിന് ഞാൻ ഓഫർ തരാനായിട്ടില്ല. നമ്മൾ ഒരുപാട് കുത്തി വിറകി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലുള്ളൂ നമുക്ക് അങ്ങനെ കുറേ കണ്ടമാനം വിറകാണ്. ഞാനൊരു 10-25 കിലോന് 30 കിലോന് അതിക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുങ്ങാണ്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിൽ ചേർക്കണ ചേരുവകളൊന്നും കമ്മിയാകാതെ ഒക്കെ കൂട്ടി ഉൾപ്പെടുത്തിങ്ങാണ്ട് അതിൻ്റെ മട്ടത്തിന് തന്നെ ആൾക്കാർ ചോദിച്ചവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ട്. അതിക്ക് വേണ്ടതൊക്കെ ചേർക്കണുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറയുന്ന എല്ലാ പൂക്കലൊക്കെ നല്ലോണം കൊത്തിക്കറച്ചുങ്ങാണ്ട് ഇടിച്ച് ചതച്ചുങ്ങാണ്ട് അതിൻ്റെ ചണ്ടി ഞാൻ ഒന്നും കൂടിയും വേവിച്ചും എന്നിട്ടാണ് കേട്ടോ കൂട്ടണം. അതേമാതിരി ഇളയതാണെങ്കിൽ അരച്ചുങ്ങാണ്ട് അതും ചേർക്കുന്നുണ്ട്. എന്തായാലും വാങ്ങണവർക്ക് ഈ തെങ്ങുമ്പൂക്കിലൊക്കെ ചേരുമ്പോഴേ ഊരവേദനയും കയ്യും കാലും വേദനയും തരിപ്പും ഒക്കെ മാറ്റമുണ്ട്. അതേമാതിരി കഷായം ചേരുന്നോണ്ടും തന്നെ കുറേ മാറ്റങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ എന്താണ് ക്ഷീണം കുഴക്ക ഇങ്ങോട്ട് കടക്കേനു. ഇപ്പം എൻ്റെ ലേഖം 2 കിലോ തിന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട് മളയെന്ന് പറഞ്ഞ് വോയിസൊക്കെ വന്നതുണ്ട് കേട്ടോ. വോയിസ് ഞാൻ വീഡിയോയിൽ ഇടാൻ ഓല ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഇടുക, അല്ലെങ്കിൽ ഇടൂല കേട്ടോ. അപ്പോൾ വോയിസ് തന്നവരോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ റിസൾട്ടുകളൊക്കെ ഞാൻ എൻ്റെ വോയിസ് കൂടി കൊടുക്കണ്ട് കേട്ടോ, വീഡിയോയിൽ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ ചെമ്പ് വാങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ. താത്ത ഒരു ചെമ്പ് വാടക അങ്ങനെ പകരം നിങ്ങൾക്ക് ഒന്ന് വാങ്ങിക്കൂടെ? ഞമ്മക്ക് ചെമ്പൊന്നും വാങ്ങാനായിട്ടില്ല കേട്ടോ മക്കളെ, ഉരുളി വാങ്ങാനാണ് നിങ്ങൾ പറയണത്. അതൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ജീവല്ലാത്ത ഒരല് കണ്ടിട്ട് നിങ്ങൾ കുറേ ആൾക്കാർ പറയലുണ്ട്. ഒരല് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഒരലാണ് ഉണ്ടാവുക, കുണ്ടുണ്ടാവുക. കല്ലൊരലൊക്കെ ഉണ്ട്, പക്ഷെ എന്താ അറിയുക, അതിൽ ഇടിച്ചാൽ നിങ്ങൾ തെറിച്ചും കൊണ്ടേ കാരം. അപ്പം ഞമ്മക്ക് സുഖം ഈ ഒരു ഒരലാണ്. ജീവല്ലെങ്കിലും ഇല്ല ജീവൻ വെച്ചിട്ട് അതിൽ ഇടിച്ചൊന്ന് ചതക്കേണ്ട ആവശ്യമുള്ളല്ലോ. പിന്നെ അധികം നമ്മളെ പണിയൊക്കെ മിക്സിയല്ല എടുക്കുന്നത്. പിന്നെ അതാ കഞ്ഞിക്കൂർക്കലും തുളസിയും പിന്നെ ഒരു പച്ചല മരുന്നും കൂടി ഉണ്ട് കേട്ടോ അതിൽ. ഞാൻ ആ ഇലൻ്റെ പേര് പറയണില്ല. ആ ഇലൻ്റെ നീരാണ്. ഇങ്ങനെ 3 നീര് ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ ചേർക്കണ നല്ല നാടൻ നെയ്യാണ് കേട്ടോ. ഇതും തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കണോ അല്ലെ എത്തും തന്നെ കിട്ടുന്നുണ്ട്. അടുപ്പത്ത് വിറകടുപ്പിൽ പാല് കൊണ്ടുപോയിങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണ തന്നെയാണ് കേട്ടോ. നമ്മൾ പണ്ടത്തെ രീതിയിൽ ഉണ്ടാക്കണത് തന്നെയാണ്. നല്ല ശുദ്ധമായ നാടൻ നെയ്യ് കേട്ടോ. നല്ല നാടൻ നെയ്യ് കേട്ടോ. നാടൻ നെയ്യിൻ്റെ മണവും ഇതും ഒരു വേറെ തന്നെയാണ് കേട്ടോ. അതിൽ ചപ്പാത്തിയിലൊക്കെ തേച്ചുങ്ങാണ്ട് അതേപോലെ തന്നെ ദോശയിലൊക്കെ കുറച്ച് തേച്ചുങ്ങാണ്ടൊക്കെ ഒറ്റിച്ചുങ്ങാണ്ടൊക്കെ അങ്ങനെ ചുട്ട് തിന്നാൽ എന്തോരം മണം അറിയോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോളൂ കേട്ടോ. ഈ ലേഹ്യത്തിൻ്റെ കൂടെ പ്രസവിച്ചിറക്കണവർക്കോ അതേമാതിരി കല്യാണം കഴിച്ചവർക്കോ ഒക്കെ വേണമെങ്കിൽ ഓർഡർ ആക്കിക്കോളുണ്ട്. ഈ നെയ്യാണ് നമ്മൾ ഇതിൽ കൂട്ടണത് കേട്ടോ. പിന്നെ ആ ചട്ടിയൊക്കെ കൊടുന്ന് കഴുകി വൃത്തിയാക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ഈ വീഡിയോ ലെങ്ത്ത് കൂട്ടിങ്ങാണ്ട് നിങ്ങളെ ഞാൻ വെറുപ്പിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ ഇഞ്ഞിൻ്റെ കുടുംബത്തിന് ഉൾപ്പെടുത്തട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.